ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. 1,00,000 കോടി രൂപയുടെ അർബൻ ചലഞ്ച് ഫണ്ട് പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉയർന്ന നിലവാരമുള്ള നഗര അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സ്വകാര്യ പങ്കാളിത്തം, പൌരകേന്ദ്രീകൃത പരിഷ്കാരങ്ങൾ തുടങ്ങിയവയ്ക്ക് പദ്ധതി സഹായകമാകുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മോദി സർക്കാരിന്റെ കാർഷിക സമൂഹത്തോടുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാ അന്താരാഷ്ട്ര വ്യാപാര കരാറുകളിലും കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നത് തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിൽ ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ ഇന്ന് രാജ്യത്തെ ആദ്യ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി അധിഷ്ഠിത പൊതുവിതരണ സംവിധാനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദീർഘദൂര ട്രെയിനുകളിലെ ജനറൽ കോച്ചുകളിലും ഫസ്റ്റ് ക്ലാസ് കോച്ചുകൾക്ക് തുല്യമായ ശുചിത്വം ഉറപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 1.5 മണിക്കൂർ ഇടവേളകളിൽ കോച്ചുകൾ വൃത്തിയാക്കാൻ കൂടുതൽ ജീവനക്കാരെ വിന്യസിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 6 മാസത്തിനുള്ളിൽ 80 ട്രെയിനുകളിൽ പദ്ധതി നടപ്പാക്കും. ശൌചാലയങ്ങൾ, മാലിന്യ നിക്ഷേപ പെട്ടികൾ, ക്യാബിനുകൾ എന്നിവ നിരന്തരം ശുചീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച നിർവഹിക്കും. G4 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാരുമായി ഡോക്ടർ എസ് ജയശങ്കർ ജർമ്മനിയിൽ കൂടിക്കാഴ്ച നടത്തി. മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് കൂടിക്കാഴ്ച നടന്നത്. യോഗത്തിൽ പരിഷ്കരിച്ച ബഹുരാഷ്ട്രവാദത്തെക്കുറിച്ച് ശ്രീ ജയശങ്കർ ചർച്ച ചെയ്തു. ഇന്ന് മഹാശിവരാത്രി. രാജ്യമെമ്പാടും പ്രമുഖ ശിവക്ഷേത്രങ്ങളിലെല്ലാം ശിവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ ഇന്നും നാളെയും പ്രത്യേക സർവീസ് നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ രാജ്യത്തെ ജനങ്ങൾക്ക് ശിവരാത്രി ആശംസകൾ നേർന്നു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവരും ശിവരാത്രി ആശംസിച്ചു. വിഷൻ 2031 വികസനവും ജനാധിപത്യവും അന്താരാഷ്ട്ര കോൺഫറൻസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K രാജൻ അധ്യക്ഷനാകും. നൊബേൽ ജേതാവ് അമർത്യ സെൻ, ചരിത്രകാരി റോമില ഥാപ്പർ എന്നിവർ ഓൺലൈനായി പങ്കെടുക്കും. സംസ്ഥാനത്തെ രണ്ടാമത്തെ സ്കിൻ ബാങ്ക് ഉൾപ്പെടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ സജ്ജമാക്കിയ 283.60 കോടി രൂപയുടെ പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യമന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സർജിക്കൽ ബ്ലോക്ക്, കാത്ത് ലാബ്, മദർ ന്യൂബോൺ കെയർ, ക്രഷ്, ലാക്ടേഷൻ മാനേജ്മെന്റ് സെന്റർ എന്നിവയാണ് ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാന വികസന പദ്ധതികൾ. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീംകോടതി നാളെ വീണ്ടും പരിഗണിക്കും. വിഷയം കോടതി എങ്ങനെ പരിശോധിക്കുമെന്ന് മനസ്സിലാക്കിയ ശേഷം സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിക്കുമെന്ന് മന്ത്രി P രാജീവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാനത്ത് SSLC മോഡൽ പരീക്ഷയ്ക്ക് നാളെ തുടക്കം. ഈ മാസം 20 അവസാനിക്കുന്ന രീതിയിൽ രാവിലെയും ഉച്ചയ്ക്കുമായാണ് പരീക്ഷ ക്രമീകരിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ് പൊതുപരീക്ഷ മാർച്ച് 5 ആരംഭിച്ച് 30 അവസാനിക്കും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുന്നു. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിനു ശേഷം പിശകുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകിയവർക്കുള്ള ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21 പ്രസിദ്ധീകരിക്കും. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാരം അല്പസമയത്തിനകം. 10 മാസം പ്രായമുള്ള കുഞ്ഞിന് കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു. ജന്മനാടായ പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് പള്ളിയിലാണ് സംസ്കാരം. തെരുവുനായ പ്രശ്നം വിലയിരുത്താൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥ സംഘം തിരുവനന്തപുരത്തെത്തി. മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ള BJP കൌൺസിലർമാരുടെ ഡൽഹി സന്ദർശനത്തിന് പിന്നാലെയാണ് സംഘം എത്തിയത്. 131ാം മാരാമൺ കൺവെൻഷന് ഇന്ന് സമാപനം. മാരാമൺ, ചിറയിറമ്പ്, കോഴഞ്ചേരി പള്ളികളിൽ നടക്കുന്ന പ്രത്യേക കുർബാനയ്ക്ക് വിവിധ മെത്രാപ്പൊലീത്തമാർ നേതൃത്വം നൽകും. 114ാം ആയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഇന്ന് പത്തനംതിട്ടയിൽ തുടക്കം. തിരുനാവായ മഹാമാഘമഹോത്സവ പരമാചാര്യൻ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് വൈകിട്ട് 3:45 ഹിന്ദുമത പരിഷത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 22 നടക്കുന്ന സമാപന സഭയുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. കൊല്ലം പരവൂർ പുഴിക്കരയിൽ കടലിൽ കാണാതായ +1 വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. അയത്തിൽ VVHSS വിദ്യാർത്ഥി കണ്ണൻ രാജ്, കരിക്കോട് TKDM സ്കൂളിലെ വിദ്യാർത്ഥി ബിബിൻ രാജ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.